ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ അഞ്ചാമത്തെ ടെസ്റ്റിലെ ഇന്നലെ നടന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ ഇന്നിങ്സിൽ ആകാശ് ദീപിന്റെ ഒരു പ്രകടനം, ബാറ്റിംഗ് പ്രകടനം, ഒരു ഹാഫ് സെഞ്ചുറി നേടിയിട്ടുള്ള ഒരു പ്രകടനത്തിനെ അപ്പുറത്തേക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഈ ഒരു ടെസ്റ്റിൽ അഞ്ചാമത്തെ ദിവസം രണ്ടാം ദിനമാണ് ആകാശ് ദീപ് ബാറ്റ് ചെയ്യാനായിട്ട് എത്തുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 70-2 എന്ന നിലയിൽ KL രാഹുലും സായ് സുദർശനും പുറത്തായി നിൽക്കുന്ന സമയത്താണ് ഒരു നൈറ്റ് വാച്ച്മാന്റെ റോളിലേക്ക് ആകാശ് ദീപ് എത്തുന്നത്. എന്താണ് നൈറ്റ് വാച്ച്മാൻ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതായത് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ അവസാനത്തെ സെഷനിൽ വളരെ കുറഞ്ഞ ഓവറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വിക്കറ്റുകൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനെ ഇറക്കി റിസ്ക് എടുക്കേണ്ട എന്ന് ടീം തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ ഒരു ടെയിൽ എൻഡറയോ അല്ലെങ്കിൽ ഒരു ലോ ഓർഡർ ബാറ്ററയോ ഇറക്കുന്ന ഒരു രീതിയാണ് നൈറ്റ് വാച്ച്മാൻ എന്ന് പറയുന്നത്. ആകാശ് ദീപ് നാലാമനായാണ് അഞ്ചാം ടെസ്റ്റ് ക്രിക്കറ്റിലെ രണ്ടാമത്തെ ദിവസത്തെ അവസാനത്തെ സെഷനിൽ എത്തുന്നത്. ആകാശ് ദീപ് 2 ബോളുകൾ മാത്രമാണ് ഫേസ് ചെയ്യുന്നത്. ആകാശ് ദീപ് ഇറങ്ങിയിട്ട് പിന്നീട് ഇന്ത്യ 4 ബോളുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. ആദ്യ ബോളിൽ തന്നെ ആകാശ് ദീപിന് ഒരു ബൗണ്ടറി നേടാനും സാധിച്ചിരുന്നു. പൊതുവിൽ ഇങ്ങനത്തെ ഒരു രീതി പരീക്ഷിക്കുന്ന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്ററുടെ ഒരു പ്രധാന വിക്കറ്റ് ആണല്ലോ, അത് നഷ്ടമാകാതിരിക്കാനും നെക്സ്റ്റ് ഡേയിൽ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ആ ഒരു ബാറ്റർക്ക് കളിക്കാനും വേണ്ടിയൊക്കെയാണ്. പിന്നെ റണ്ണുകളൊക്കെ എടുക്കുന്നതിന് അപ്പുറത്തേക്ക് മാക്സിമം ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, അപ്പുറത്തുള്ള ബാറ്റർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. എന്നാൽ ആകാശ് ദീപ് പെട്ടെന്ന് ഔട്ടായില്ല എന്ന് മാത്രമല്ല 94 ബോളുകൾ ഫേസ് ചെയ്ത് 66 റൺസ് ആണ് താരം നേടിയത്. മാത്രമല്ല ജയ്സ്വാളിന്റെ 118 റൺസ് എന്ന സെഞ്ചുറി നേടിയിട്ടുള്ള ഒരു മികച്ച പ്രകടനം അതിന് അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ സെക്കൻഡ് ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു ആകാശ് ദീപ് എന്നുള്ളതും എടുത്തു പറയണം. 2011 ഇംഗ്ലണ്ടിനെതിരെ അമിത് മിശ്ര ഒരു നൈറ്റ് വാച്ച്മാൻ റോളിൽ ഇറങ്ങി 84 റൺസ് എടുത്തതാണ് ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ ഒരു മികച്ച നൈറ്റ് വാച്ച്മാൻ പ്രകടനം. അതിനുശേഷം ആകാശ് ദീപിന്റെ ഒരു ഇന്നിംഗ്സ് മാറുന്നു എന്നുള്ളതാണ്. ഒരു നൈറ്റ് വാച്ച്മാൻ പ്ലെയറുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 2006 ബംഗ്ലാദേശിനെതിരെ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ജേസൺ ഗില്ലസ്പി 3ാം റോളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രകടനമാണ്. 3ാം റോളിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു ടെയിലൻഡർ നേടിയത് 201 റൺസ് ആണ് എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ ഒരു വീഡിയോ പറ്റി തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. സൈനിങ് ഓഫ്.